All know Eru cinema and I wouldn't want to say it. I'm one of Kasaba. To rank fucking actors from Chattambi 1, 2, 3, 4, 5. Fucking actors from Chattambi 1, 2, 3, 4, 5. നല്ല അടുത്ത പഞ്ചസാരെന്ന് വിളിക്കാനാണ് ചക്കര എന്ന് പറഞ്ഞാൽ കൈപ്പട്ടിയാണ് അറിയണം. ചോദിച്ചത് എന്താണ് മീട്ടൂന്ന്, അത് ഞാൻ ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതിനപ്പുറം തരണമെന്നവനല്ല. ഈ ചൂടാണ്ടിന്റെ തലയിൽ കുറച്ച് മുടി കുറവാണെന്ന് ഇവിടെ ബുദ്ധിമുട്ട്. പാടിന് ആയിക്കോളൂ എന്ന് പറഞ്ഞതിന്റെ പേര് പറഞ്ഞ് അഭിനയിച്ചാൽ പക്ഷെ അവരത് റിലീസ് ചെയ്തു. അത് ഞാനാണ് ഇപ്പോൾ ചുമന്നുകൊണ്ട് നടക്കുന്നത്. സിനിമ ഹാസ് മെനി കോൺട്രവേഴ്സി ഈസ് എ സിനിമ. അതിന് മോളിവുഡ് ആയാലും ബോളിവുഡ് ആയാലും അങ്ങ് ഹോളിവുഡ് ആയാലും കോൺട്രവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞ് എയറിൽ പോകുന്നവർക്ക് യാതൊരു പഞ്ഞവും ഇല്ല. അത്തരത്തിൽ ടങ് സ്ലിപ്പായോ അല്ലെങ്കിൽ ബോധപൂർവമോ ഒക്കെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് എയറിൽ പോയ മലയാള സിനിമയിലെ കുറച്ച് ഇൻസിഡൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Want to say it. I'm one of ചട്ടമ്പി എന്ന സിനിമയുടെ പ്രൊമോഷൻസിന്റെ ഭാഗമായി അതിലെ നായകൻ കൂടിയായ ശ്രീനാഥ് ബാസി നൽകിയ ഇന്റർവ്യൂവിലാണ് ഈ ഒരു കോൺട്രവേഴ്സി ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള പ്രൊമോഷണൽ ഇന്റർവ്യൂസിലൂടെ ശ്രദ്ധേയയായ വീണയായിരുന്നു ഇന്റർവ്യൂ ചെയ്തത്. ചട്ടമ്പി എന്ന വാക്കുമായി റിലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ശ്രീനാഥ് ബാസി അത് വല്ലാതെ അസ്വസ്ഥനാക്കുകയും തനിക്ക് ഈ ഇന്റർവ്യൂവിൽ തുടരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ക്യാമറ ഓഫ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഞാനിത് പോട്ടെ. Because I'm really getting pissed off now. Yeah. ക്യാമറ ഓഫായി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ക്രൂവിലുള്ളവരും ആങ്കേഴ്സിനെയും വളരെ വലിയ രീതിയിൽ തന്നെ അസഭ്യം പറയുകയും ചെയ്തു എന്നാണ് പിന്നീട് ആ ഇന്റർവ്യൂയുടെ പിന്നിലുള്ള ആളുകൾ പറഞ്ഞത്. പൊതുവെ ശ്രീനാഥ് ബാസിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ സിനിമ ഇൻഡസ്ട്രി അകത്തും ഉണ്ടായിട്ടുണ്ട്. ഈ വിവാദമുണ്ടായ സമയത്ത് വീണ എന്ന ആങ്കറിനോടുള്ള താല്പര്യമില്ലാത്തവരും ഇത്തരത്തിലുള്ള പ്രൊമോഷണൽ ഇന്റർവ്യൂസിലുള്ള ചോദ്യങ്ങളോട് ഇഷ്ടക്കുറവുള്ളവരും ബാസിയെ അനുകൂലിച്ച് രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഇതിനു മുൻപ് ഒരു ഇന്റർവ്യൂവിൽ ഒരു അവതാരകനെ പച്ചയ്ക്ക് തെറിവിളിക്കുന്ന ബാസിയുടെ ഒരു വീഡിയോ അവർ പുറത്തുവിട്ടു. അതിനുശേഷം ഒരുപാട് പേര് ശ്രീനാഥ് ബാസി വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. വീണ ശ്രീനാഥ് ബാസിക്കെതിരെ കേസ് കൊടുത്തെങ്കിലും പിന്നീട് പ്രശ്നം ഒത്തുതീർപ്പാക്കി കേസ് പിൻവലിച്ചു. ശ്രീനാഥ് ബാസിയെ സിനിമയിൽ നിന്നും താൽക്കാലികമായി വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു. മമ്മൂട്ടി നായകനായ നിതിൻ രഞ്ജി പണിക്കർ തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത കസബ എന്ന സിനിമയിലെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളെ നടി പാർവതി തിരുവോത്ത് ഒരു വേദിയിൽ വെച്ച് പരസ്യമായി തന്നെ വിമർശിച്ചു. ഇത് ഒരുപാട് വിവാദങ്ങൾക്ക് കാരണമായി. സമൂഹത്തിൽ വളരെയധികം ഇൻഫ്ലുവൻഷ്യലായ മമ്മൂട്ടിയെ പോലത്തെ ഒരു നായക നടൻ എന്ത് കാഴ്ചപ്പാടിന് പുറത്താണ് ഇത്തരത്തിലൊരു സിനിമയിൽ അഭിനയിച്ചത് എന്നും ഇത് സമൂഹത്തിൽ തെറ്റായ ഒരു പ്രവണത ഉണ്ടാക്കുമെന്നും പറഞ്ഞ പാർവതി മമ്മൂട്ടി നിശിതമായി തന്നെ വിമർശിച്ചു. ഈ ഒരു വിവാദത്തിന് ശേഷം കരിയറിന്റെ ഏറ്റവും പീക്ക് ലെവലിൽ പോയിക്കൊണ്ടിരുന്ന പാർവതിക്ക് പല അവസരങ്ങളും നഷ്ടമായി. എന്നാൽ പിന്നീട് തനിക്ക് മമ്മൂട്ടിയുമായി യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലെന്നും താൻ മമ്മൂട്ടിയെ മാത്രമായിട്ടല്ല വിമർശിച്ചത് എന്നും പാർവതി പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ അവിടെ പറയാൻ ഉദ്ദേശിച്ചത് ആ പെർട്ടിക്കുലർ നടനെ ചൂണ്ടിക്കാണിച്ച് കുറ്റം പറയാന്നുള്ളതല്ല. വർഷങ്ങൾക്ക് ശേഷം പുഴു എന്ന സമകാലിക പ്രസക്തമായ സിനിമയിൽ മമ്മൂട്ടിയും പാർവതിയും ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്തു. ഒരുത്തി സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായുള്ള പത്രസമ്മേളനത്തിൽ വെച്ച് വിനായകൻ മീട്ടുവിനെ കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ വളരെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി. വിനായകന്റെ പ്രസ്താവനകളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് പേര് മുൻപോട്ട് വന്നു. വിനായകനെതിരെ ഉണ്ടായ മീട്ടു ആരോപണത്തെക്കുറിച്ച് ചോദ്യം ഉയർന്നപ്പോൾ തിരിച്ച് എന്താണ് മീട്ടു എന്നാണ് വിനായകൻ ചോദിച്ചത്. എന്താണ് മീട്ടു, അത് പറ, എന്താണ് മീട്ടു? അങ്ങനെ വിനായകനും മാധ്യമപ്രവർത്തകരും തമ്മിൽ ചെറിയ രീതിയിലുള്ള വാക്കുതർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. മീട്ടുവിനെ കുറിച്ച് വിനായകൻ ഉണ്ടായിരുന്ന കൺസെപ്റ്റ് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി. തനിക്ക് ആരോടെങ്കിലും ശാരീരിക ബന്ധം ഏർപ്പെടണമെങ്കിൽ താൻ അവരോട് അനുവാദം ചോദിക്കുമെന്നും അത്തരത്തിൽ തനിക്ക് ഒരുപാട് പേരുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെന്നും പറഞ്ഞ വിനായകൻ അതിന് എക്സാമ്പിളായിട്ട് മുന്നിലിരുന്ന ഒരു പത്രപ്രവർത്തകയെ ചൂണ്ടിക്കാണിച്ച് സംസാരിച്ചത് സോഷ്യൽ മീഡിയ വളരെ വലിയ രീതിയിൽ തന്നെ വിമർശനമാക്കി. അതിനുശേഷം മറ്റൊരു സിനിമയുടെ പ്രൊമോഷണൽ ഇന്റർവ്യൂവിൽ മീട്ടു ശാരീരികമായും മാനസികമായും ഉണ്ടാകുന്ന പീഡനങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലാണെന്നും അതിന് താൻ എതിരാണെന്നും അത് തെറ്റാണെന്നും വളരെ രോഷാകുലനായി തന്നെ പൊട്ടിത്തെറിച്ചുകൊണ്ട് പ്രതികരിച്ചു. മലയാള സിനിമയിലെ മിക്ക നടന്മാരും സൂപ്പർ സ്റ്റാറുകളും എല്ലാം തന്നെ എന്തെങ്കിലുമൊക്കെ വിവാദകരമായ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞ് എയറിൽ പോകാറുണ്ടെങ്കിലും മമ്മൂട്ടി എന്ന മെഗാസ്റ്റാർ പൊതുവെ ഇതിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞു മാറി പോകലാണ് പതിവ്. സൂപ്പർ സ്റ്റാർ ആണ് എന്നുള്ളത് കൊണ്ടുണ്ടാകുന്ന ഫാൻ ഫൈറ്റ്സിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ട്രോൾസും മറ്റും ഉണ്ടാകാറുണ്ടെങ്കിലും വളരെ ബുദ്ധിപൂർവ്വം ഇടപെടുന്നത് കൊണ്ട് അത്ര വലിയ വിവാദങ്ങളൊന്നും മമ്മൂട്ടി ഉണ്ടാക്കാറില്ല. എന്നാൽ ഇന്ന് ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ ബോഡി ഷേമിങ്ങിനെയൊക്കെ കുറിച്ച് എല്ലാവരും അവബോധരായ സമയത്ത് ഇതിലൊക്കെ വളരെ അപ്ഡേറ്റഡ് ആണെന്ന് പറയപ്പെടുന്ന മമ്മൂട്ടിയുടെ ഭാഗത്ത് നിന്നും ചില ടങ് സ്ലിപ്സും ബോഡി ഷേമിംഗ് പരാമർശങ്ങളും ഒക്കെ ഉണ്ടായത് സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി. കണ്ടിട്ട് ഭയങ്കര സന്തോഷം തോന്നി. നമ്മള് ഈ ചൂടാണ്ടിന്റെ തലയിൽ കുറച്ച് മുടി കുറവാണെന്ന് ഇവിടെ ബുദ്ധിമുട്ട്. ഇതിനുശേഷം മമ്മൂട്ടി മാപ്പ് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിരുന്നു. തനിക്ക് ഇതിനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലെന്ന് ജൂഡ് ആന്റണി പറഞ്ഞെങ്കിലും പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ ഒരു സ്റ്റേറ്റ്മെന്റ് പബ്ലിക്കലി പറഞ്ഞതിന്റെ കോൺസിക്വൻസസ് മമ്മൂട്ടി നേരിടേണ്ടതായിട്ട് വന്നു. ഇത് മാത്രമല്ല, ചക്കര എന്ന് പറഞ്ഞാൽ കറുത്തതാണെന്നും വെളുത്ത പഞ്ചസാര എന്ന് പറയുന്നതാണ് തനിക്ക് ഇഷ്ടം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റും ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടാക്കി.
നല്ല അടുത്ത പഞ്ചസാര എന്ന് വിളിക്കാനാണ്. ചക്കര എന്ന് പറഞ്ഞാൽ കൈപ്പട്ടിയാണ്, അറിയോ? ആരെങ്കിലും അങ്ങനെ ഒരാളെ പറ്റി പറയുമോ? സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് തങ്കൻ ചേട്ടൻ എന്ന് പറയുന്നത്. ചുരുളി എന്ന സിനിമ വളരെ വലിയ എതിർപ്പുകൾ സമൂഹത്തിൽ ഉണ്ടാക്കിയെങ്കിലും മലയാള സിനിമ ചരിത്രത്തിലെ വളരെ മികച്ച സൈഫൈ മൂവീസിൽ ഒന്നായിട്ടുള്ള ചുരുളിയിലെ തങ്കൻ ചേട്ടൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ജോജു ഈ അടുത്ത് നടത്തിയ ചില പരാമർശങ്ങൾ വളരെ വലിയ വിവാദങ്ങളാണ് ഉണ്ടാക്കിയത്. തങ്കൻ ചേട്ടൻ എന്ന കഥാപാത്രത്തെ സോഷ്യൽ മീഡിയ മുഴുവൻ ആഘോഷമാക്കുമ്പോൾ തനിക്കും കുടുംബത്തിനും പേഴ്സണലി അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെന്നാണ് ജോജു പറഞ്ഞത്. മാത്രമല്ല സിനിമയുടെ സംവിധായകനായ ലിജോ ജോസ് പെല്ലിശ്ശേരിക്കെതിരെയും ജോജു സംസാരിച്ചു. തന്റെ പേരിലൂടെ മാർക്കറ്റ് ചെയ്യപ്പെട്ട സിനിമയിൽ നിന്നും വേണ്ടത്ര പ്രതിഫലം കിട്ടിയില്ലെന്നും പറഞ്ഞ ജോജു തെറി വേർഷൻ ആണ് ഇറക്കുന്നത് എന്ന് താൻ അറിഞ്ഞില്ലെന്നും തന്റെ അനുവാദം കൂടാതെയാണ് ആ ഒരു വേർഷനിലുള്ള സിനിമ പുറത്തിറക്കിയത് എന്നും പറഞ്ഞു. ഇതിന് മറുപടിയായിട്ട് LJPയും വന്നിരുന്നു. ഈ തെറി പറയണ വേഷൻ അവാർഡിന് അയക്കുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ തെറി പറഞ്ഞ് അഭിനയിച്ചതാണ്. പക്ഷെ അവരത് റിലീസ് ചെയ്തു. ഭൂരിപക്ഷം പേരും ജോജുവിനെതിരായിട്ടാണ് ഈ ഒരു വിഷയത്തിൽ സംസാരിച്ചത്. എന്തായാലും ചുരുളിയും തങ്കൻ ചേട്ടനും മലയാളികൾ ഉള്ളിടത്തോളം കാലം തന്നെ ക്ലാസിക് ആയിട്ട് നിലകൊള്ളും. സാറേ ഞങ്ങൾ നാട്ടുമ്പുറത്തല്ലേ സാറേ.